ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്ക് കുറച്ച് താമസം ഉണ്ടാകുമെന്ന്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സ്ഥലത്ത് പഠിക്കാനൊക്കെ പോയി. അപ്പോൾ പഠിക്കാൻ പോയപ്പോൾ അവിടെ ചെന്ന് കുഴപ്പമുണ്ട് വന്നു. അവിടെ സാറുമാരായിട്ട് സീനുണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ച് വിഷയങ്ങളായി. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, അപ്പം അവിടെ എനിക്ക് പോയി പഠിക്കേണ്ടി വന്നു. പഠിച്ച് ഈ സാർ എന്നോട് എന്തോ ഒരു ചെറിയ കേസാണ്, എന്തോ ഒരു ഇതായിരുന്നു. എന്തോ അത് ഒരു ആധാർ കാർഡിൻ്റെ ഒരു കാര്യത്തിന് എന്തോ നമ്പർ എന്നോട് ചോദിച്ചു. ആധാർ കാർഡിൻ്റെ നമ്പറുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഫോണിനകത്ത് ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെന്നാണ്. പുള്ളി ദേഷ്യപ്പെട്ടു. നീ ഫോണിനകത്ത് ഫോട്ടോ എടുത്തില്ല, ആധാർ കാർഡ് കൊണ്ടുവരില്ല. ഞാൻ ആധാർ കാർഡ് കൊണ്ടുവന്നൊന്നുമില്ല. പുള്ളി ഫീൽ ഉണ്ടാക്കി. പുള്ളി വീട്ടിലോട്ടൊക്കെ വിളിച്ചു. എന്തിനാ ആധാർ കാർഡ് നമ്പർ ചോദിക്കാം? ആധാർ കാർഡ് നമ്പർ ചോദിക്കാൻ വിളിച്ചു വീട്ടിലോട്ട്. വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഫോൺ നമ്പർ സെറ്റപ്പാക്കി. നമ്പർ സാറേ വീട്ടിലോട്ട് വിളിക്കാൻ നമ്പറില്ല, അച്ഛൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കിന് നേരെ പണ നമ്പരെ വിളിച്ച്. അപ്പായിക്ക് അറിയാൻ മേലും. പിന്നെ വീട്ടിലാരാണ്ട് കണക്ട് ചെയ്ത്, ഇവിടെ അടുത്ത ആരോ കണക്ട് ചെയ്ത് ആധാർ നമ്പരൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പുള്ളി പറഞ്ഞ് ഇതൊന്നും അല്ല ആധാർ കാർഡ് നമ്പർ, ചുമ്മാ പറഞ്ഞാൽ നീ ആരാ വിളിച്ച്, ഇതൊക്കെ ആരാ, ഇത് ചുമ്മാ എന്നാന്നൊക്കെ ചോദിച്ചു, എന്നോടൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്നെ ഒരു തുറിച്ച് നോട്ടമൊക്കെ നോക്കി. എനിക്കാണ് ദേവി ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പം തന്നെ അവിടെ ഒരു പിയു നിൽപ്പുണ്ടായിരുന്നു. പിയു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി എന്നെ നല്ല പറഞ്ഞിട്ട് ആധാർ കാർഡ് നമ്പരും കിട്ടി. പുള്ളിക്ക് അവസാനം കിട്ടി, നമ്പർ കിട്ടി. പുള്ളി എന്നോട് പറഞ്ഞിട്ട് പുള്ളി നേരെ അങ്ങാണ്ട് പോയി. അവിടെ കണ്ട് കാണിക്കാനോ പഠിപ്പിക്കാനോ ഉണ്ട്. ഗൺ മാസ്റ്ററിൻ്റെ അടുത്ത് അങ്ങാണ്ട് പോയി സെറ്റപ്പാക്കാൻ പോയി. അപ്പോഴത്തേക്കിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് 2-3 പേര് വിളിച്ചു. പുള്ളി ഇവളെല്ലാം കേട്ട്. ഞാനിട്ട് ഒരു തുപ്പും തുപ്പിയിട്ട് എനിക്കൊരു യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തടിയുടെ പരിപാടിയാണ്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഞാൻ ആ യൂണിഫോം ഊരി എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട്, നമ്മുടെ ഡ്രസ്സിൻ്റെ മണ്ടയിൽ കൂടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം അത് രണ്ടും എടുത്ത് ആ ഡ്രസ്സ് ഊരി ഞാൻ നേരെ വീട്ടിൽ വിട്ടു. പിന്നെ അവർ അച്ഛനെ വിളിച്ച് അവനെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, പിന്നെ ടി സി മേടിക്കാൻ ഞങ്ങൾ ഒരു ദിവസം തരുന്നു. എന്നപ്പം ടി സി ഒക്കെ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടൊക്കെ വന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഇപ്പോൾ സാറുമാർ വന്നു, ഏതൊരു പുള്ളി വന്നു ടി സിയുടെ പരിപാടി ഞങ്ങളെ അപേക്ഷയൊക്കെ എഴുതി. അപേക്ഷയൊക്കെ എഴുതി കൊടുത്ത് പിന്നെ അപേക്ഷ അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ നിൽക്കുക. വീട്ടിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോഴത്തേന് അപ്പം അപേക്ഷ കൊടുത്തു. പിന്നെ അവർ പറഞ്ഞു അപേക്ഷ ഒന്നും വേണ്ട, എനിക്ക് മേടിക്കാനാണ്, വന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഇതുവരെ ഞങ്ങൾ നേരെ അപേക്ഷ മേടിച്ച് പുള്ളി ഞങ്ങളെ അപേക്ഷ മേടിച്ച് നേരെ വായിച്ച് നോക്കിയിട്ട് ഈ അപേക്ഷയൊന്നും വേണ്ട, നിങ്ങൾ തിരിച്ച് കിട്ടിക്കൊണ്ടുപോകണം പറഞ്ഞു. ഒരു പുള്ളി എൻ്റെ കൊടുത്തു. എനിക്കാണ് ദേഷ്യം കൊടുക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർത്തിട്ട് പുള്ളി എൻ്റെ കൊടുത്തു വന്നു. ഞാൻ പറഞ്ഞത് സാറ് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. ഇത് പുള്ളി ഇവരെല്ലാം എഴുന്നേറ്റ് എഴുന്നേറ്റോണോ ഇന്നോണ്ട് അപ്പാനൊക്കെ പറഞ്ഞു ചെയ്യും അപേക്ഷ നോക്കുന്നതും വായിക്കുന്നത്. ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനവിടെ ഇരിക്കുക. അപ്പോഴത്തേന് പുള്ളി എൻ്റെ അടുത്ത് വന്ന് അപേക്ഷ തന്നു. ആ പേപ്പർ തന്നു. പേപ്പർ തന്നു. എനിക്ക് മേടിച്ചില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കുക. കുറേ സാറുമാരാണ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ എൻ്റെ അടുത്തൊക്കെ വന്ന് ഞാൻ മേടിച്ചില്ല. അപ്പോഴത്തേക്കിന് പിന്നെ പുള്ളി എൻ്റെ തന്നു, ഞാൻ മേടിച്ചില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറേ അതോടെ അപേക്ഷ അവിടെ മെയ്യാനും വെക്കാൻ അവിടെ വെക്കും സാറേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു നിനക്ക് എന്നെ മേടിച്ചാൽ അപേക്ഷ നീ പേപ്പർ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല സാറേ എന്ന് പറഞ്ഞു. പുള്ളി ദേഷ്യപ്പെടുത്തി ഉണ്ടാക്കി. അപ്പാടെ കൊടുത്ത്
പിന്നെ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടെ സീനായി. ഞാൻ കുറേ എൻ്റെ പുള്ളിയോടൊക്കെ പറഞ്ഞു സാറിനോട്, സാറേ ഞാൻ സാറൊന്നും പുള്ളി നോക്കിയില്ല, ഞാൻ സാറെന്ന് വിളിച്ചിട്ട് ഒരു വേറെ രീതിയിൽ ഒരു മൊത്തത്തോടേക്ക് സാറേന്നൊക്കെ വിളിച്ചു. പുള്ളി ദേഷ്യപ്പെട്ട് കുറേ ഹെഡ്മാസ്റ്ററൊക്കെ ചാടി വന്നു എന്നെ തല്ലാനൊക്കെ തുടങ്ങി. വിളിച്ച് മാറ്റേണ്ടി വന്നു. ഞാൻ അവിടെ നിന്ന് പറയണെല്ലാം പറഞ്ഞു. ഓരോ സാറന്മാർ നിന്ന് പേടിപ്പിച്ച് തുറിച്ച് നോക്കി ഞാൻ. ഓരോ സാറന്മാരെന്നെ നോക്കുന്നു, ഞാൻ തിരിച്ച് നോക്കുന്നത്. സാറന്മാരെന്നെ അവിടുത്തെ ഒരു പിള്ളേരായിട്ട് രീതിയില്ല. അവർ സാറന്മാരാകുമ്പോൾ നമ്മളങ്ങനെ നോക്കി, പക്ഷെ നമ്മളെ വിട്ടു കൊടുക്കുമോ? ഞാൻ വേറെ രീതി നോക്കി. അവർ കലിപ്പായി. ഞാനും കുറേയൊക്കെ പറഞ്ഞു, ഭയങ്കര സീനുണ്ടാക്കി. തെറി ചോദിച്ച് തെറി പറഞ്ഞില്ലെന്ന് തോന്നുന്നു, സീനായി. പിന്നെ അതെല്ലാം പറഞ്ഞ് ടി സി കിട്ടിയില്ല കേട്ടോ. ടി സി മേടിക്കാൻ കുറച്ച് നേരം കൂടി നേരം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ടി സി മേടിക്കാതെ വീട്ടിൽ വന്നു. പിന്നെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം അപ്പം പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ മേലെ നിൻ്റെ കൂടെ ഒരു സമയം അല്ല, ഞാൻ പോയി പഠിച്ചോളാം. ഞങ്ങളങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ടി സി മേടിച്ചില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിൽക്കുകയായിരുന്നു. മ്യൂസിക്കാണെങ്കിലും വ്ളോഗ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഒരു സമയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഒന്നും ഇടാത്ത. ഷോർട്ട് ഇട്ടാൽ തന്നെ ശരിയാകത്തില്ല, അത് കയറത്തില്ല. ഞാൻ ഇടയ്ക്ക് സമയം ഇല്ലാത്തവർക്ക് പെട്ടെന്നൊരു ബീറ്റൊക്കെ ഉണ്ടാക്കി കയറ്റിയിടും, പക്ഷെ ആരും കാണത്തില്ല. അത് വേറെ സംഭവം. നിങ്ങളൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. ബീറ്റ് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് സംഭവം ഉണ്ടാക്കി ബീറ്റ് എടുത്തിടും, പക്ഷെ നിങ്ങൾ കാണത്തില്ല. അത് വേറെ സംഭവം. അപ്പം ഇത് ഇങ്ങനെ സംഭവം നടന്നു. ഇപ്പം ഞാൻ ഇനിയൊരു ബ്രേക്ക് എടുക്കുമായിരിക്കും. 2-3 മാസം കൂടെ ചെറിയൊരു ബ്രേക്ക്, ഒരു മാസം കഷ്ടിച്ചൊരു ബ്രേക്കും കൂടെ ഉണ്ടാവും. ചിലപ്പോൾ മ്യൂസിക്കും വ്ളോഗൊന്നും വരത്തില്ലായിരിക്കാം ആ ഒരു മാസത്തിനിടയിൽ. ആ ഒരു ബ്രേക്കും കൂടെ കഴിഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് മ്യൂസിക്കും വ്ളോഗും ഒക്കെ ഇടത്തുള്ളൂ. അപ്പം ഇത് പറയാൻ വന്നതാണ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്യുക. ഏതായാലും ഒരു ബീറ്റ് കൂടെ വരുന്നുണ്ട്. ഞാൻ 2 ബീറ്റും കൂടെ വരുന്നുണ്ട്, അത് നിങ്ങളെല്ലാം കാണാം. അപ്പം ഓക്കെ, സൈനിങ് ഔട്ട്, ബൈ.